മിഷൻ കോഴക്കേസ് സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. മാത്യു കുഴൽനാടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഇഡി ഒഴികെയുള്ള എല്ലാ അന്വേഷണവും നിലച്ചുവെന്നും കരാറിന്റെ മറവിൽ 9 കോടിയുടെ അഴിമതി നടന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്, എന്തൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സഭയിൽ? തുളസി, മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഈ അടിയന്തര പ്രമേയം അപ്രസക്തമെന്നാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. അത് ഫെബ്രുവരി 8-ാം തീയതി ഒരു തവണ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. ഒരു വിഷയത്തിന്മേൽ ഒരേ സഭാ സമ്മേളന കാലയളവിൽ 2 തവണ അടിയന്തര പ്രമേയം പരിഗണിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന നിലയിൽ ചട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി ഈ പ്രമേയം പരിഗണനയ്ക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന കാര്യം വിശദീകരിക്കുന്നത്. വിഷയം പഴയതാണ്, പ്രമേയാവതാരകൻ മാത്രമാണ് മാറിയത് എന്നും മന്ത്രി ഇപ്പോൾ സഭയിൽ മറുപടി നൽകിക്കൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിലവിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം സഭയിൽ സജീവമായി ഉന്നയിക്കുന്നതിന് പ്രതിപക്ഷം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അടിയന്തര പ്രമേയ ശരത്, മറുപടിയിൽ എം പി രാജേഷ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? മാത്യു കുഴൽനാട് MLA ആണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്നലെ സഭയിൽ വന്നൊരു സാഹചര്യവും ഉണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ? മന്ത്രി എം പി രാജേഷിന്റെ മറുപടി തുടരുകയാണ്. പ്രതിപക്ഷത്തിനെതിരെ ഈ ലൈഫ് വിഷയത്തിൽ രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് മന്ത്രി കടക്കുന്നു. ലൈഫിനെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു, ലൈഫ് പദ്ധതിക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്നാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. അതിന്റെ അവസാന ശ്രമം എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പഴയ ലേബലിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്നും എല്ലാ ദിവസവും വിഷയം കണ്ടെത്തുക എന്നുള്ളത് ഒരു ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയദാരിദ്ര്യം അവർ നേരിടുന്നു എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ലൈഫ് മിഷൻ സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ലൈഫ് മിഷനെതിരായ നീക്കങ്ങൾ പ്രതിപക്ഷം നടത്തുന്നു എന്ന നിലയിലേക്ക് പ്രതിപക്ഷത്തെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി മറുപടി പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നും ചട്ടങ്ങൾ വിശദീകരിച്ച് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ഫെബ്രുവരി 8-ാം തീയതി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത പശ്ചാത്തലത്തിൽ ഒരേ വിഷയം 2 തവണ ചർച്ച ചെയ്യുക അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും മന്ത്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും സർക്കാരിനെ കടന്നാക്രമിക്കാൻ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം, മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ ഇഡിയുടെ അന്വേഷണത്തെ കാണുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ വിജിലൻസ് അടക്കം ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിലവിൽ അന്വേഷണം നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് മാത്രമാണ്. അതോടൊപ്പം തന്നെ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കുരുക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യം, ഇവയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ ഒരു ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നുള്ള നിലയിലാണ്. അത് പരസ്യമായി സഭയിൽ ഇതേവരെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ആ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അത് മുഖ്യമന്ത്രിയെ കൂടി സംശയത്തിന്റെ മുനയിൽ നിർത്തുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ലഭിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഒന്ന്, ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊരു കൃത്യമായി പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് കൂടുതൽ മൈലേജ് ലഭിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി സർക്കാരിനുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ഒരു ഘട്ടത്തിൽ അത്ര ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായി ഇതിനെ കാണുന്നില്ല എന്ന നിലയിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. സഭയിൽ ലൈഫ് മിഷൻ കോഴ വിഷയമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാട് MLA ആണ് ഇപ്പോൾ അടിയന്തര പ്രമേയം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ മന്ത്രി എം പി രാജേഷ് മറുപടി പറയുകയാണ്.
വിഷയം ഫെബ്രുവരി 8-ന് അവതരിപ്പിച്ചതാണ് എന്നാണ് എം പി രാജേഷ് പറയുന്നത്. ഒരേ വിഷയം തന്നെ 2 തവണ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കരുത് എന്നതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം അപ്രസക്തമാണ് എന്നാണ് എം പി രാജേഷ് മറുപടി പറയുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസ് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ആയുധമാക്കാനുള്ള പോക്കിലാണ് പ്രതിപക്ഷം നിലവിലുള്ളത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ ആരോപണം മുൾമുനയിലാണുള്ളത്. അതുപോലെ തന്നെ ED ചോദ്യം ചെയ്യലിനായി CM രവീന്ദ്രനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ലൈഫ് മിഷൻ കോഴക്കേസ് ED വീണ്ടും എടുത്ത് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നോക്കുന്നത്.